നമസ്കാരം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ചൊല്ല്. ഞങ്ങളുടെ സമാധാനം കേരളത്തിലെ സർക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവർക്ക് താരങ്ങൾ മന്ത്രിമാരാണ്, സിനിമാ താരങ്ങളല്ല. ഞങ്ങൾക്കും താരങ്ങൾ ഈ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമാണ്. അവർ ചായ മടിക്കാതെ ഞങ്ങളുടെ മുന്നിൽ വരും, അഭിനയിക്കാതെ വർത്തമാനങ്ങൾ പറയും. ഞങ്ങൾ അവരെ വെച്ച് വിവാദങ്ങളും വാർത്തകളും പിന്നീട് വേണമെന്ന് വെച്ചാൽ തമാശകളും ട്രോളുകളും ഉണ്ടാക്കും. ക്രിസ്മസ് കാലത്ത് നമ്മൾക്കൊപ്പം നിൽക്കുന്നത് കേരളത്തിൻ്റെ മന്ത്രിസഭയാണ്. 36 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ ഈ ക്രിസ്തുമസിന് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അവരെ പിടിച്ചു. അവർ ഞങ്ങൾക്കൊപ്പം ചേർന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്കൊപ്പം അവർ കൊച്ചുവർത്തമാനങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. കൊച്ചുവർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ലാത്ത വർത്തമാനം എന്നർത്ഥമില്ല. വിവാദങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിലാണ് ഞങ്ങൾ ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്മസ് വിത്ത് ക്യാബിനറ്റ്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് എങ്ങനെ വേണം എന്ന് കൃത്യമായി ഇക്കൂട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ നമുക്കൊപ്പം ഇരിക്കുന്ന ബഹുമാനപ്പെട്ട റോഷി മിനിസ്റ്ററാണ്. റോഷി മിനിസ്റ്റർ, തുടങ്ങാം. എങ്ങനെയാണ് ഒരു സാധാരണ ക്രിസ്തുമസ് ആഘോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത്? ക്രിസ്തുമസ് ഒരു സന്തോഷത്തിൻ്റെ ഒരാഘോഷമാണ്. പ്രത്യേകിച്ച് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും എല്ലാം ഒരു വലിയ ആനന്ദകരമായിട്ടുള്ള അനുഭൂതിയാണ്, ഒരു സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തെമ്പാടും ക്രിസ്മസ് ആഘോഷം, ക്രിസ്തുവിൻ്റെ ജനനം, രക്ഷകൻ്റെ പിറവിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഡിസംബർ മാസമാകുമ്പോൾ സ്വാഭാവികമായും ഒരു തണുപ്പുള്ള കാലഘട്ടമാണ്. അതുതന്നെ നല്ലൊരു അന്തരീക്ഷം, അതിനുള്ള നല്ലൊരു തയ്യാറെടുപ്പുകൾക്കെല്ലാം ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. ഇപ്പം മഞ്ഞിൻ്റെ കുളിർമയും നക്ഷത്രത്തിൻ്റെ തിളക്കവും അതോടെ പുൽക്കൂടിൻ്റെ പുതുമയും പാതിരാ കുർബാനയുടെ അനുഭവങ്ങളുമെല്ലാം പടികയറി വരുന്ന ക്രിസ്മസ് രാവിലേക്ക് നമ്മളെ അടുപ്പിക്കുക. പഴയ ആ പള്ളിയിൽ നിന്നുള്ള പ്രസംഗം എനിക്ക് ഓർമ്മ വരുന്നു. അതെ, അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ലോകത്തെല്ലാ വിഭാഗം ആൾക്കാരും ക്രിസ്മസിനെ എതിരേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സംഭവവും വലിയൊരു അനുഭൂതിയുമാണ്. എല്ലാ വർഷവും കുരിശൻ ചുമന്ന് മലയാറ്റൂർ വരെ നടക്കുന്ന ആളുകൂടിയാണ് റോഷി. അങ്ങനെ നടക്കാറുണ്ടോ? ഞാൻ 15 വയസ്സ് തൊട്ട് ഇന്ന് വരെ മലയാറ്റൂരേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന യാത്ര ചെയ്തിട്ടുള്ളൂ. ഏതാണ്ട് 80 കിലോമീറ്റർ. ഈ 36 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടും മുഖത്തൊരു ചുളിവ് പോലും വീഴാത്ത മന്ത്രിമാരിൽ ഒരാളാണ് മിനിസ്റ്റർ, അല്ലേ? ശരിയല്ലേ? ഈ 36 ദിവസത്തെ അതിന്റെ കാരണം എന്താ ഇപ്പോഴാണ് പിടിക്കുന്നത്? പൂർണ്ണമായും നോയമ്പെടുത്താണ് ഞാൻ ഈ യാത്രയെ തുടരുന്നത്. ഈ യാത്രയിൽ നോയമ്പെടുത്ത് 25 വരെ കൃത്യമായ നോയമ്പിലാണ്. പാലില്ല, ഇറച്ചിയില്ല, മീനില്ല, ചായക്ക് പാല് പോലും ഉപയോഗിക്കില്ല. 1-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ ഞങ്ങളുടെ നോയമ്പിന്റെ ശ്രമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഒരു ടേബിളിൽ പൂർണ്ണമായും നോമ്പാണ്. അത് വളരെ കൃത്യമായി റോഷി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ആലോചിക്കുക, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ നോയമ്പൊക്കെ എടുത്ത് ഇങ്ങനെ എത്ര കഷ്ടപ്പെടുന്നതായിരിക്കുമല്ലേ മിനിസ്റ്റർ ആലോചിക്കുന്നത്? അതല്ല, എന്താണ് ചെറുപ്പമായി ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അല്ല, കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പാലുപേക്ഷിക്കുന്നു പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ആലോചിച്ചു. പാലുപേക്ഷിച്ച് ഒരു നിമിഷം ചിഞ്ചുറാണി മിനിസ്റ്റർ ആകെ പ്രയാസമായി പാലുപേക്ഷിന്ന് പറഞ്ഞു. അപ്പൊ അത് ചിഞ്ചുറാണി മിനിസ്റ്റർക്ക് അത് ബാധിക്കും. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഏറ്റവും പാലാണ് കഴിക്കുന്നത്. അതാണ് ഇപ്പോഴും ആരോഗ്യത്തിന്റെ രഹസ്യം. അത് ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പം കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അടക്കം ധാരാളം ഈ ഇത്ര ക്രിസ്തു ജനിച്ചതിന് തൊഴുത്തിലാണ്. പക്ഷെ പിന്നെ എന്തിനാണ് പാലുപേക്ഷിച്ചതെന്നാണ് ചോദ്യം. ക്രിസ്തു ജനിച്ചത് തൊഴുത്തിലായിരിക്കെ എന്തുകൊണ്ട് പാലുപേക്ഷിച്ച് നോമ്പ്? അല്ല, പാലുപേക്ഷിക്കുക എന്ന് പറയുന്നത് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലല്ലോ. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഒരു സൗഹൃദമായി കൂടിയിരുന്ന ക്രിസ്മസിന്റെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ നവകേരള യാത്രയ്ക്കും സദസ്സിനും ഇതുമായി വലിയൊരു ബന്ധമുണ്ട്. ഇപ്പം ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ പിറവിയെ ആണല്ലോ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോയതാണോ അർത്ഥം? അല്ല, അത് പിന്നീടല്ലേ, അത് പിന്നീടാണല്ലോ. അത് പിറവിയിലേക്ക് എത്തിയതല്ലേ ഉള്ളൂ. അപ്പൊ ആ പിറവിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹം എന്തുകൊണ്ടാണ് നക്ഷത്രം ഇടുന്നത്? പുൽക്കൂട്ടിൽ പിറന്നപ്പോൾ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി പോയത് നക്ഷത്രമാണ്. അതിന്റെ ഓർമ്മയാണ് നമ്മൾ നക്ഷത്രത്തെ നൽകുന്നത്. അപ്പൊ അങ്ങനെ ക്രിസ്മസിന് അങ്ങനെ പല വിധത്തിലുള്ള ചിന്തകളാണല്ലോ ഉണർത്തുന്നത്. ഇപ്പം ഈ നവകേരള സദസ്സിൽ കാണുന്നത് കേരളമെമ്പാടുമുള്ള ജനത ഈ നാടിൻ്റെ നന്മയെ കാംക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. വഴികാട്ടിയായ ഒരു ബസ്, ആ വഴികാട്ടിയായി ഒരു ബസ് മാത്രമല്ല, കേരളത്തിൻ്റെ ആ വഴികാട്ടിയായി മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായ ഒരു ഗവൺമെൻറ്റും സഖാവ് പിണറായി വിജയനും സാധിക്കുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. അത് യാത്രയുടെ എല്ലാ വശവും എടുക്കുമ്പോൾ കാണാനായിട്ട് കഴിയും.
വഴിയോരങ്ങളിൽ നിൽക്കുന്നവർ കുഞ്ഞുങ്ങളുമായി ഒക്കത്ത് വെച്ച് ഇങ്ങനെ സ്വീകരിക്കാൻ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഈ രക്ഷയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുമുള്ള സന്ദേശത്തെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാണ്. ഇത് നാളത്തെ പ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റ് ആണോ? അല്ല, നാളത്തെ പ്രസംഗത്തിന് ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞാലും തെറ്റില്ല. കാര്യം ക്രിസ്മസുമായി ബന്ധപ്പെട്ടാണല്ലോ. 23-ാം തീയതി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ക്രിസ്മസിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അപ്പൊ ആ ക്രിസ്മസിന്റെ സന്ദേശവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ യാത്ര കടന്നു വരുന്നത്. വെരി ഫൈൻ. നോക്കൂ, ഈ പലതരം പ്രേക്ഷകർ ഞങ്ങളുടെ മോർണിംഗ് യാത്രകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പല ഘട്ടങ്ങളിൽ ഈ ഇരിക്കുന്നവരെല്ലാവരും നമ്മളോടൊപ്പം ഒക്കെ ചേർന്നിട്ടുണ്ട്. രാത്രി തന്നെ രാവിലെ നടക്കാൻ വേണ്ടി ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ നമ്മുടെ കൂട്ടത്തിലുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ മുഹമ്മദ് റിയാസ്. സംതിങ് സ്പെഷ്യൽ ആണ്. ഒന്ന് ശ്രീ മുഹമ്മദ് റിയാസ്, ഇത് ഒരാളുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ആരും കാണാതെ ഞങ്ങളുടെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് രാവിലെ പ്രഭാതത്തിൽ നടന്ന് തിരിച്ച് വീട്ടിൽ കയറുന്ന ഒരേ ഒരാളേ ഉള്ളൂ, തൊട്ടപ്പുറത്തിരിക്കുന്ന മിനിസ്റ്റർ. ഞങ്ങളുടെ ക്യാമറ കണ്ടുകൾ വരാറില്ല, പുലരുന്നതിന് മുൻപേ തിരിച്ച് വീട്ടിൽ കയറും. കോഴിക്കോടൻ ഭാഷ പറഞ്ഞാലേ അത് വല്ലാത്തൊരു ചാമ്പലായിപ്പോയി. അതായത് എന്നോട് പറഞ്ഞത് കേക്ക് മുറിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതെ കഴിക്കാൻ വലിയ താല്പര്യമില്ല പൊതുവെ. അപ്പോൾ ഇപ്പോൾ വാസവ മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയണേ, ഞാൻ മിനിഞ്ഞാന്ന രംഗം കണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് വായിൽ തുറന്നപ്പോൾ വാസവ മിനിസ്റ്റർ വരികയാണ്. ഭയങ്കര ഒരു വേഷമാണത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ആ വേഷം നിങ്ങൾ ഇടണം. അത് ശരിക്കും ഗംഭീര നടത്താണത്. ഞാനേ കണ്ടു. ഞാനിപ്പോ ഇന്ന് നേരത്തെ വാസവൻ ചേട്ടനോട് പറഞ്ഞിട്ടുള്ളൂ. നടക്കാൻ ഉപയോഗിക്കുന്ന ഫാൻസ് ഉപയോഗിക്കാറുണ്ട് നടപ്പിനുള്ള. മിനിസ്റ്റർ പാൻറ് ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലേ? പാൻറ് മാത്രല്ല, സ്പെഷ്യൽ ഡ്രസ്സിങ്. ഇതാകപ്പെട്ടത് പേടിയാവോ? അല്ല, എനിക്ക് പേടിയായിട്ടില്ല. ഞാൻ തലയിൽ മുണ്ടെടുത്ത എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മമ്മൂട്ടിയുടെ ഒരു സാമ്രാജ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അലക്സാണ്ടറോ അങ്ങനെ എന്തൊരു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാ മമ്മൂട്ടി ഇങ്ങനെ നടന്നു വരുന്നത്. അത് ഭയങ്കര വേഷമാണ്. ആ സിനിമയിൽ മമ്മൂട്ടി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതെനിക്ക് ഞങ്ങൾ പോയി നടക്കുന്നിടത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു. വിഷയത്തിന് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ഇതാണ് വിഷയം. കേക്കും വർത്തമാനവും ക്രിസ്മസും അത്രേ ഉള്ളൂ. കാര്യം നമ്മൾ ഇത്രയും നിങ്ങളടക്കം വളരെ സമ്മർദ്ദത്തില് പണ്ടത്തെ സ്പീക്കറായി. അരുണിപ്പോ റിപ്പോർട്ടറിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചാർട്ട് ചെയ്തിട്ടുണ്ടാവും നാളെ 5 മണിക്ക്. എനിക്കാണ് അത് വേണ്ട. അല്ലല്ല, എനിക്ക് രാധാകൃഷ്ണൻ ഇടപെടൽ ഇഷ്ടപ്പെട്ടു. എന്താന്ന് ഇവർക്ക് അറിയണമല്ലോ. ഞാൻ ഫാൻസ് ഇടും, ഒരു ഷർട്ട് ധരിക്കും, കൂടാതെ മഞ്ഞ് വീഴാതിരിക്കാൻ ഒരു ടർക്കി തലേ കെട്ടും. ഇതാണ് ഭീകര വേഷം എന്ന് പറയുന്നത്. പക്ഷെ അത് രസമാണ്. കഥവ് തുറന്നു വരുന്നു, റിയാസ് മിനിസ്റ്റർ വരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കാണുന്നു. ഞാൻ നല്ല അർത്ഥത്തിലാട്ടോ പറഞ്ഞു, വളരെ പോസിറ്റീവ് ആണോന്ന് അറിയില്ല. ഇന്നലെ റിയാസ് മിനിസ്റ്റർക്ക് പനിയായിരുന്നു. സാമ്രാജ്യം സിനിമ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മമ്മൂട്ടിയുടെ നടത്തം അതേപോലെ എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓർമ്മയില്ലേ വാസൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇക്കഴിഞ്ഞ അല്ല പേടിക്കല്ലത്, വളരെ പോസിറ്റീവായിട്ട്. മാത്രമല്ല, മിനിസ്റ്റർ രാവിലെ 5 മണിക്ക് എഴുതേക്കുമ്പോഴേ നമ്മൾ ഈ സാധാരണ പേഴ്സണൽ സ്റ്റാഫ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പേഴ്സണൽ സ്റ്റാഫുമാർ ആകെ സമ്മർദ്ദത്തിലാവുന്ന ഒരു മിനിസ്റ്റർ ഈ മിനിസ്റ്ററുടെ വകുപ്പാണ്. കാര്യം അറിയൂ, രാത്രി 12:30 കിടന്നാലും രാവിലെ 5 മണിക്ക് യോഗ നിർബന്ധമാണ്. കൃത്യമായിട്ട് ആൾക്കാരെ വിളിച്ചുണർത്തിയിരിക്കും. അല്ലേ മിനിസ്റ്ററെ? ഞാൻ അലാറം വെച്ചാണ് കിടക്കുന്നത്. എന്നെ ആരും വിളിച്ചേൽപ്പിക്കാറില്ല. അലാറം അടിക്കുമ്പോൾ ഞാൻ എഴുന്നേക്കും. അവരെല്ലാം ആ സമയത്ത് വരും. നടപ്പ് കഴിഞ്ഞ് വന്നാൽ യോഗ കൃത്യമായി ഒരു 20 വർഷമായി ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അത് ഈ യാത്രയിൽ ഒരു ദിവസവും മുടക്കേണ്ടി വന്നിട്ടില്ല. എത്ര മണിക്കൂർ ഉറങ്ങും? ചില ദിവസം 5.5 മണിക്കൂർ കിട്ടും, ചിലപ്പോൾ 6 മണിക്കൂർ കിട്ടും. അത് അവസാനം നമ്മൾ കിടക്കുന്ന പോലെ ഇരിക്കും. വായനയോ അല്ലെങ്കിൽ വാർത്തയോ കണ്ട് ചിലപ്പോൾ അവസാനത്തെ വാർത്ത കാണാനിരുന്നു പോയ സമയം പോകും. അവസാനത്തെ വാർത്ത ഈ ക്രൈം വാർത്തയാ, അത് കണ്ടിട്ടാണോ ഉറങ്ങുന്നത്? നമ്മൾ 11 മണിയുടെ വാർത്ത. യോഗ എല്ലാ സമയത്തും എടുക്കണം, വയറിങ്ങനെ കാണണല്ലോ. അതൊരു ചോദ്യമാണ്. ഒരു യോഗ പല വിധത്തിലുണ്ട്. വയറ് കുറയാൻ മാത്രമല്ല, വയറുള്ള യോഗയുണ്ട്. അതിന് യോഗം എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. വയറ് കൂടുന്ന അങ്ങനെ വയറുള്ളവരെല്ലാം യോഗ ചെയ്യാമെന്ന് വിചാരിക്കണ്ട. അതിന് യോഗയിൽ ഒരുപാട് ഐറ്റം ഉണ്ട്.
യോഗയിൽ നേരത്തെ എല്ലാ യോഗയും ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ പൂർണ്ണമായി വയറും ക്ലിയർ ആയിരുന്നു. ശേഷം വണ്ടി അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് അത് ചെയ്യാൻ കഴിയാത്ത സർവാംഗാസനം ഉണ്ടല്ലോ. മിനിസ്റ്റർ എത്ര ആസനങ്ങൾ ചെയ്യും? ഒരു ചില ദിവസം 17, ചില ദിവസം 15. ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചതാണോ മിനിസ്റ്റർ? അതെ, ശാസ്ത്രീയ ഒരു ഡോക്ടറുടെ കൂടെ തന്നെ പഠിച്ചതാണ്. ഡോക്ടറെ കൂടെ പഠിച്ചു, ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഈ നടത്തത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ മത്സരിക്കുന്ന 3 പേരെ, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ 3 പേരുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാമറമാൻ. അതിൽ ഏറ്റവും കൂടുതൽ വേഗത്തിലോടുന്ന ആളാണ് പി രാജീവ് മിനിസ്റ്റർ. രണ്ടാമത് ഓടുന്നത് എം പി രാജേഷും, മറ്റൊന്ന് കെ രാജ മിനിസ്റ്ററുമാണ്. ഓട്ടത്തിൽ പിടിക്കാൻ വലിയ പാടാണ് എന്തു ടീച്ചറെ. അത് ശരിയാ, അതുകൊണ്ടായിരിക്കും, കാൽ നീളമുള്ളത് കൊണ്ടാണ്. മിനിസ്റ്റർ പിന്നെ അത് പരീക്ഷിക്കാറില്ല, ഉറക്കത്തിലാണ് നടത്തുന്നത്. അതായത് വ്യായാമം ഉറക്കത്തിൽ ചെയ്യുന്ന ഒരു മിനിസ്റ്ററെ കൂടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സദാ ജാഗ്രതയോടുകൂടി, അല്ലേ മിനിസ്റ്ററെ? പ്രത്യേകിച്ചുള്ള വ്യായാമമൊന്നുമില്ല, ഞങ്ങൾ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്തിങ്ങനെ വരുന്ന മനുഷ്യരാ. രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഒരു ദിവസം നടക്കുന്നത് കണ്ട് ഞാൻ രാവിലെ അത്ഭുതപ്പെട്ടു. ഞാൻ രാവിലെ വാതിൽ തുറന്നപ്പോൾ രാധാകൃഷ്ണൻ മിനിസ്റ്റർ നടക്കുന്നു. ഞാൻ നടത്താൻ തുടങ്ങിയോ? അപ്പോൾ പറഞ്ഞു, അല്ല മൊബൈലിന് റേഞ്ച് കിട്ടാത്തതുകൊണ്ട്. വേറൊരു സംഭവം ഉണ്ട്, അറിയോ? വേറൊരു സംഭവം ഉണ്ടല്ലോ, ശബരിമലയ്ക്ക് 2 പ്രാവശ്യം നടന്നു പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഹോട്ടലിൽ താമസിക്കുന്നവിടെ 8 നിലയിൽ 2 പ്രാവശ്യം കയറി ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളൊരു, അത് ശബരിമല പോകുന്നതിന് മുമ്പാണോ അല്ല ശേഷം? ഇന്ന് അത് കഴിഞ്ഞ് അത് മിനിസ്റ്ററിൻ്റെ ഒരു രഹസ്യം. ശബരിമല പോയിട്ട് വന്നതിന് ശേഷം അതിൻ്റെ സാധാരണ ഈ നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ചിന്താവിഷ്ടയ ശ്യാമള, ശബരിമല പോയി വന്നതിന് ശേഷം ഹാങ് ഓവർ മാറാത്തൊരു കക്ഷി. അതായത് ശബരിമല പോയിട്ട് തിരിച്ചു വന്നിട്ട് പടി കയറി ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ. അതൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ. ഞാൻ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു ചെറുപ്പത്തിൽ. പക്ഷേ ഈ സ്പോർട്സ്മാൻ ആയ ഒരാൾ പിന്നീട് ഇങ്ങനെ നടക്കാതിരിക്കുന്ന എങ്ങനെയാണ്? കറക്റ്റാണ് പറഞ്ഞത്. ഈ ഏതൊരു കായിക താരത്തിനും കുറെ കാലം ഇങ്ങനെ ഒന്നും ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഒരു 1 ഡേ മാച്ച് നന്നായിട്ട് പെർഫോം ചെയ്യും. ശബരിമല നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞ് ഒരു 2 ദിവസമെങ്കിലും കയറി ഇറങ്ങിയില്ലെങ്കിൽ അത് പിന്നെ ശരീരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണോ? അത് കറക്റ്റാ, അത് തന്നെ എൻ്റെ കാര്യം. അതായത് അന്ന് മല കയറിയതിന്റെ ആഘാതം തീർക്കണമെങ്കിൽ ഫ്ലൂയിഡ് ലൂസ് ആവും നമ്മുടെ ജോയിന്റ്സിലെ. അത് പിന്നെ നമ്മൾ നടന്നില്ലെങ്കിൽ അത് കട്ട പിടിക്കുമ്പോഴാണ് പെയിൻ കൂടുക. പിന്നീടുള്ള 2-3 ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് രാധാകൃഷ്ണൻ മിനിസ്റ്റർ ചെയ്തത്. മലയാറ്റൂർ യാത്രയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് റോഷിത് കൃത്യമായിട്ട് പറഞ്ഞത്. ആണല്ലേ, മലയാറ്റൂർ യാത്രയുടെ അനുഭവം ഉള്ളതുകൊണ്ട്. അല്ല, മലയാറ്റൂർ യാത്രയിൽ ഞാൻ ഈ സ്പോർട്സ് രംഗത്താണെങ്കിലും ഞാൻ വോളിബോൾ പ്ലെയർ ആയിരുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്, ഞാൻ വഴിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ മലയാറ്റൂർക്ക് പോയിട്ടില്ല. വഴി ഇദ്ദേഹം പോകുന്നത് MC റോഡ് വഴിയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് മലയാറ്റൂർ പോയിട്ടല്ല, MC റോഡ് വഴിയാണ് റോഷിയുടെ യാത്ര. റോഷി ഒരു ടീമുണ്ട്, അതെല്ലാ വർഷവും ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ വഴി കൂടെ യാത്ര ചെയ്യും. ഈ ബിന്ദു ടീച്ചറെ, ഈ നടത്തത്തിൽ ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ മിനിസ്റ്ററെ കിട്ടിയുള്ളൂ. നമുക്ക് കേക്ക് വിളിക്കാം. ബിന്ദു ടീച്ചർ വളരെ കുറച്ച് മാത്രമേ നടക്കാൻ വന്നിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ 1-2 തവണ പാട്ട് പാടാനൊക്കെ ടീച്ചറോട് പറഞ്ഞു. പക്ഷേ ടീച്ചർ അപ്പം തയ്യാറായില്ല. ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു സമയത്ത് 2 കവിതയായാലോ? അയ്യോ വേണ്ട. കവിത പാടാൻ നമ്മുടെ വാസു മിനിസ്റ്റർ റെഡി. ഒരു കവിത പ്രേക്ഷകർക്ക് കൊടുക്കുക. കാര്യം ഈ ഒരു റിലാക്സ് മൊമെന്റ് മതി, ധാരാളം, അതിൽ കൂടുതലാവരുത്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാമശ്വമേധയാഗം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുത്സാഹമാണതിൻ കാൽക്കളിൽ, എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂരാ പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. അതിൻ്റെ അവസാനം കൂടെ പാടി നിർത്താം. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെൻ്റെ ചൈതന്യവീരികൾ. ഈശ്വരനല്ല, മാന്ത്രികനല്ല, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഇത് ഒരു കവിത മാത്രമല്ല, സാന്ദർഭികമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോടും ഗവർണറോടും കേന്ദ്ര ഗവൺമെന്റ്, ഗവർണർ, ബസ് യാത്ര, 3 പേരോടുള്ള അശ്വമേധം, ബസ്, ചൈതന്യം എല്ലാം ഉണ്ട്. മാത്രമല്ല വേണ്ട ചില ആളുകൾക്കുള്ള മറുപടി അവസാനത്തെ വാചകത്തിലുണ്ട് താനും. ഈ ടീച്ചർ പ്ലീസ്.
മൊത്തം കേരളത്തിലെ ജനങ്ങളുടെ ഒരു കഥകളി സംഗീതത്തിൽ രണ്ട് ലൈൻ മതി ടീച്ചർ. അല്ല, ക്രിസ്തുമസിന്റെ ടീച്ചറിന്റെ ഒരു കഥകളി പദത്തിന് 2 ലൈൻ ആയാലും നമുക്കിനി കേക്കിലേക്ക് കടക്കുന്ന അല്ല നമുക്ക് ചിഞ്ചുറാൻ അല്ല നമുക്കൊന്ന് 2-3 പേരും കൂടി നമ്മുടെ എനിക്കൊന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ക്രിസ്മസിനല്ല മാത്രമല്ല ചന്തകൾക്ക് വേണ്ടിയുള്ള പണം അനുവദിച്ചിട്ടുണ്ട് ബാലഗോപാൽ മിനിസ്റ്റർ. കൺസ്യൂമറിൽ ഞങ്ങൾ സഹകരണ മേഖലയിൽ കൺസ്യൂമർ ഫെഡ് 14 ജില്ലകളിലും ക്രിസ്മസ് ചന്ത ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ സമുചിതമായി സമർത്ഥമായി ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാവർക്കും അവസരം ഒരുക്കുന്ന രൂപത്തിൽ കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും ചേർന്ന് ഈ ചന്തകൾ ഭംഗിയായി സംഘടിപ്പിക്കും എല്ലാ ജില്ലകളിലും. ക്രിസ്മസ് കാലത്ത് റേഷൻ കടകൾ തുറക്കില്ല എന്ന നിലയിലുള്ള വാർത്തകളാണ് കേൾക്കാനിടയായത്. അതെക്കാലവും ഉത്സവ സീസണുകളിൽ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന, ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചുവിടുന്ന പ്രചരണം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു ആശങ്കയും വേണ്ട എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അക്കാലങ്ങളിലെല്ലാം പറഞ്ഞത് ഇത്തവണയും ക്രിസ്മസ് ആഘോഷത്തിന് യാതൊരു കുറവുമില്ലാത്ത തരത്തിൽ ആഘോഷിക്കാൻ സപ്ലൈകോ ആണെങ്കിലും കൺസ്യൂമർ ഫെഡ് ആണെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ 49 ലക്ഷം കുടുംബങ്ങൾ ഇന്ന് വൈകുന്നേരം വരെ കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് വളരെ ഹാപ്പി ആയിരിക്കും, ആശങ്കപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി, ക്രിസ്മസ് പ്രമാണിച്ച് ഇത്തവണ 23-ന് ഈ നവകേരള യാത്ര സമാപിക്കുന്ന ദിവസം ജലവിഭവ വകുപ്പിന്റെ കുടിവെള്ളം, ബോട്ടിൽ വാട്ടർ, സിവിൽ സപ്ലൈസിന്റെ വകുപ്പിലൂടെ എല്ലാ റേഷൻ കടകളിലൂടെയും 10 രൂപ നിരക്കിൽ ലഭ്യമാകുന്ന തരത്തിൽ ഇത്തവണ ക്രിസ്മസ് സമ്മാനം സർക്കാരിന്റെ ക്രിസ്മസ് സമ്മാനമാണ് അല്ലെ, ജലവിഭവ വകുപ്പിന്റെ സമ്മാനം. അതിന്റെ പേരെന്താണ് മിനിസ്റ്റർ? ഹില്ലി അക്വ. എന്താ മിനറൽ വാട്ടർ. ഓ അങ്ങനെ, ഹില്ലി അക്വ, കുന്നും പുറത്തുള്ള വെള്ളം അല്ല, മലവെള്ളം അല്ലെ, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഹില്ലി അക്വ. ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം ആട്ടിടയന്മാരെയും സാധാരണക്കാരെയും ആവേശഭരിതരാക്കി, രാജകേന്ദ്രങ്ങളെ അസ്വസ്ഥരുമാക്കി. ഈ ജാഥ യഥാർത്ഥത്തിൽ അലിഞ്ഞിറങ്ങി ചേരുന്നത് ക്രിസ്തുമസിലേക്കാണ്. ഒരു മതനിരപേക്ഷ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഏക സ്ഥലത്ത് രാജകേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കിയും ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ആവേശം കൊള്ളിച്ചും ക്രിസ്തുമസ് ചന്ത, വെള്ളം എല്ലാം കൂടി ആവേശഭരിതരാക്കി. രാജ്ഭവനല്ല ഞാൻ ഉദ്ദേശിച്ച രാജകേന്ദ്രങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, അങ്ങനെയും ശ്രമിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ. രാജ്ഭവനും അസ്വസ്ഥമാകും. അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കിയും ഏറ്റവും സാധാരണക്കാർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും മതനിരപേക്ഷ മനസ്സ് ആഘോഷങ്ങൾക്കെല്ലാം വേണം എന്ന ആഹ്വാനം മുഴക്കിയും യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുമസിലേക്ക് നവകേരള സദസ്സംഗ് അധികാര കേന്ദ്രങ്ങൾ നമ്മളും ഉൾപ്പെടുന്നതല്ലേ? അല്ല, ആ അധികാര കേന്ദ്രമല്ല. ഈ അധികാര കേന്ദ്രം എന്ന് പറയാൻ കാരണം ജനസദസ്സിന്റെ സന്ദേശം അതാണ്. കേരളത്തെ അപകടകരമായ വിധത്തിലേക്ക് കൊണ്ടു നടക്കുന്ന ചില അധികാര കേന്ദ്രങ്ങൾ, അത് കേന്ദ്ര ഗവൺമെന്റ് മുതൽ രാജ്ഭവൻ, ആ അധികാര കേന്ദ്രങ്ങളെ, ജനങ്ങളെ തകർക്കുന്ന അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കാനും സാധാരണക്കാർക്ക് ആവേശം പകരാനും കഴിയുന്ന വിധത്തിലുള്ളൊരു സന്ദേശവുമായി ക്രിസ്തുമസിലേക്ക് യാത്ര അലിഞ്ഞു ചേരുകയാണ്. ഓക്കെ, എം പി രാജ് മിനിസ്റ്റർ കൂടെ ഒരു വാചകം. അതിനിടയ്ക്ക് നമ്മുടെ തേവർകോവിൽ മാഷുണ്ട്, തേവർകോവിൽ മിനിസ്റ്റർ, ഈ യാത്ര കഴിയുന്നതോടുകൂടി ഒരു ഘട്ടം പിന്നിടുകയാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് സംഭാവന ചെയ്തിട്ടാണ് മിനിസ്റ്റർ ഒരുപക്ഷെ പടിയിറങ്ങുന്നത്. ഇവരുടെ ഇന്ത്യ ടുഡേ കോൺക്ലേവ് പങ്കെടുത്തപ്പോൾ നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ CEO അദ്ദേഹം പറഞ്ഞത് എല്ലാ മാസവും ഒരു സ്റ്റേറ്റിലും ഒരു മന്ത്രി വന്ന ഒരു പ്രൊജക്റ്റ് നേരിട്ട് റിവ്യൂ നടത്താറില്ല. തുറമുഖ മന്ത്രി എല്ലാ മാസവും അവിടെ ആ പ്രൊജക്ട് റിവ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു വിഴിഞ്ഞം എന്നുള്ളത്. അത് അദ്ദേഹം ആ കോൺക്ലേവിൽ പരസ്യമായി തന്നെ പറഞ്ഞ കാര്യമാണ്. മനുഷ്യ ശരിക്കും ഈ ഒരു കൂട്ടമുണ്ടല്ലോ, നിങ്ങളൊരു കുടുംബമായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 36 ദിവസം എനിക്കൊന്നു അത് ഒരുപക്ഷെ കേരളത്തിൽ മിക്കവാറും അസാധ്യമാവുന്നത് പല പാർട്ടിയിൽ, സംഘടനകളിൽ ഒക്കെയുള്ള മനുഷ്യരുണ്ടല്ലോ, അവരെ ഒരുമിച്ച് ഈ ഒരു ദിവസം കൊണ്ടുപോവാണ്. ഒരാൾ പോലും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു കുടുംബം പോലെയായിരുന്നു നിങ്ങൾ. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നാണ് ഇനി ഇറങ്ങുന്നത്. ഒരു വ്യക്തിപരമായ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അല്ലേ? മറ്റേ മന്ത്രി കുപ്പായം പോകുന്നതിൻ്റെ വിഷമമല്ല, ഞാൻ അതിനെക്കുറിച്ചല്ല, അത് പോട്ടെ, അതല്ല, ഞാൻ ഒരു വ്യക്തിപരമായ ഒരു വിഷമമുണ്ടല്ലോ. ഈ ഒരു കൂട്ടം ഇപ്പോൾ ഇടയ്ക്ക് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടെയൊക്കെ ചില തമാശകൾ, റിയാസ് മിനിസ്റ്ററുടെയൊക്കെ ചില കൗണ്ടറുകൾ, ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ. ഏതായാലും നേരത്തെ തന്നെ നമുക്കൊരു സമയം ഇത്രയേ ഉള്ളത് അറിയുന്നത് കൊണ്ട് ഇപ്പം അതിലൊരു പ്രയാസമില്ല. പക്ഷെ അതേസ്ഥാനത്ത് ഒരു വലിയ ബന്ധം ഞങ്ങൾ തമ്മിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏതാണ്ടൊരു 36 ദിവസമുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ ബന്ധങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്തും അതോടൊപ്പം ചിരിച്ചും കളിച്ചും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ഒന്നിച്ച് യാത്ര ചെയ്തും രാവിലെ ഒന്നിച്ച് നടന്നും ഒക്കെയുള്ള ഒരു വലിയ അനുഭവം തന്നെയാണ്. ഒരു പിരിയം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടാകും. പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്തമാണ്. വല്ലാതെ തോന്നിയൊരു കാര്യം, നമ്മൾ ഈ ഇത്രയും ദിവസം 36 ദിവസം
21 പേര് യാത്ര താമസമൊക്കെ ഉണ്ടല്ലോ. ഏകദേശം ഒരു ചെറിയ ഒരു തർക്കം പോലും ഉണ്ടായിട്ടില്ല. അതാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഒരു ചെറിയ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. അതെ കോർഡിനേറ്റർ ശരിക്കും കോർഡിനേറ്റർ ആദർശ മിനിസ്റ്റർ ആയിരുന്നു അല്ലേ? ഒരു തർക്കവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യരല്ലേ, ഒന്നുമില്ല, വളരെ ഒരു യോജിപ്പോടുകൂടി പോയി. ഞങ്ങൾ തമ്മിലുള്ള ഇഴയെടുപ്പമുള്ള ബന്ധം ശക്തിപ്പെട്ടു. അതെ അതെ, തമാശ. അപ്പൊ നാട്ടുകാരോട്, ജനങ്ങളോട് സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഇടവേളകളിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് കൊണ്ട് കുറെ കൂടി ഉറപ്പുള്ള ഒരു മന്ത്രിസഭയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഈ മിനിസ്റ്റർ ശരിയാട്ടോ, അതെനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആരാ മിനിസ്റ്റർ? റിയാസാണെന്ന് തോന്നുന്നുണ്ട്. ആന്റണി രാജു മിസ് ചെയ്തു. ഇപ്പൊ ദേവർകോവിൽ മിനിസ്റ്ററെ പറ്റി പറയാനാണ് ഞാൻ ആരംഭിച്ചത്. അദ്ദേഹം വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരാളാണ്. അത് ബാക്കിയുള്ളവർക്ക് വല്ലാത്തൊരു കുത്തായി പോയി. അല്ല, അദ്ദേഹമാണല്ലോ ഇപ്പൊ പറഞ്ഞത് പോണേനെ സംബന്ധിച്ച്. പിന്നെ ഈ ഒരു കാലത്തിനുള്ളിൽ ഏറ്റവും മനോഹരമായ നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത് സാക്ഷാത്കരിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അത് അദ്ദേഹത്തിന് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ഔദ്യോഗിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് അത് ചെയ്തു. സബലീകരിച്ചല്ലോ. വിഴിഞ്ഞത്ത് കപ്പൽ നങ്കൂരം ഇട്ടപ്പോ അദ്ദേഹത്തിന്റെ വിജയം പൂർണ്ണമായല്ലോ. പൂർണ്ണമായി സത്യമാണ്. അപ്പം ഒരു കാര്യം, എം പി രാജ് മിനിസ്റ്റർ നടക്കുമ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് കുറേ പേര് നടക്കും. അതിൽ ഈ നടക്കുന്ന സമയത്ത് ഇതിൽ ആരാണ് വേഗത കൂടുതൽ കുറവെന്ന് നോക്കുമ്പോൾ എനിക്കൊന്ന് പി രാജീവ് മിനിസ്റ്ററാണ് ഫസ്റ്റ്. നമ്പർ 2 രാജ മിനിസ്റ്റർ ശ്രമിക്കും, പരമാവധി ശ്രമിക്കും. ഇങ്ങനെ ശ്രമിച്ച് പിന്നാലെ കയറും, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ റിലാക്സ് ആവും. ഞങ്ങൾ മൈക്ക് വെക്കുമ്പോൾ വേഗത കുറയ്ക്കുന്ന ഒരേ ഒരു മിനിസ്റ്റർ കെ രാജ മിനിസ്റ്ററാണ്. മൈക്ക് കാണുമ്പോൾ 10 മിനിറ്റ് റിലാക്സ് ആയി. വേഗത കുറയ്ക്കാൻ അത് മനസ്സിലായി. കാര്യം മിനിസ്റ്റർ കാര്യങ്ങളൊന്നും പറയില്ലെങ്കിൽ കുറച്ചു നേരം നിന്നിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായി. ഇനി ഒരു കാര്യം ചെയ്യാം, ഇവരൊക്കെ എന്തായാലും ഒരു 19 വയസ്സ് കഴിഞ്ഞവരായിരിക്കുമല്ലോ. നമുക്ക് വെറ്ററൻസ് മീറ്റിന് വിടാം. കാരണം രാവിലെ പോയി നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അതാണ് എന്റെ സംശയം. ഒരു വെറ്ററിനെ ഞങ്ങൾ രാവിലെ നടക്കാനേ കണ്ടില്ല. What happened? എന്ത് സംഭവിച്ചു? കായിക താരം എന്നെ വിളിച്ചാല് ഇവരെക്കായി മുമ്പേ ഞാൻ പോയി. ആണോ? അതെ, ഇന്റർനാഷണൽ. പക്ഷെ ഞങ്ങൾ കണ്ടില്ല, രാവിലെ ഒന്നും നടക്കാൻ കണ്ടില്ല. അതെ, നല്ല മനസ്സുള്ളതുകൊണ്ടാ. ഈ ഇവരുടെ തോൽവി തീർച്ചയായിട്ടും ചിഞ്ചുറാണി മിനിസ്റ്റർ ആഗ്രഹിക്കുന്നില്ല. അവരിറങ്ങിയാൽ ഇവർ രണ്ടാമത് പോവും. അപ്പൊ ആ പരാജയം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ളതുകൊണ്ടാണ് രാവിലെ ഇറങ്ങാത്തത്. തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ യാത്ര തുടങ്ങിയ സമയം മുതൽ ഇങ്ങോട്ടുണ്ടല്ലോ എം പി രാജ് മിനിസ്റ്ററെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ഒരു മൊമെന്റ് ഏതാ? എല്ലാ മൊമെന്റും ഹാപ്പി ആണല്ലോ, എന്തായാലും ഒരു സംതിങ് സ്പെഷ്യൽ മൊമെന്റ് ഉണ്ടാവുമല്ലോ. കുടുംബത്തിനെ കാണാത്ത വിഷമങ്ങളുണ്ട്. അങ്ങനെയുണ്ട്, കുടുംബത്തെ കാണാത്ത വിഷമം അലട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ. നമ്മളിത് ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ദിവസങ്ങൾ വിട്ടു നിൽക്കുന്നത് പുതിയ കാര്യമല്ല. ഇപ്പം ഞാൻ ഡിവൈഎഫ്ഐയിലുള്ള സമയത്ത് കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്, ഇതുപോലെ സമയമെടുത്തിട്ടാണ്. അങ്ങനെ ധാരാളം ഞങ്ങൾ വിട്ടു നിന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിനിടയ്ക്കാണെങ്കിൽ പാലക്കാട്ട് വന്ന സമയത്ത് വീട്ടിലൊന്ന് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞത് അതല്ല. ഈ യാത്ര ഉടനീളം ആഹ്ലാദകരമായിരുന്നു. ഒപ്പം ഇത് ഒരു പഠനാനുഭവം കൂടിയായിരുന്നു. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഒരർത്ഥത്തിൽ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുകയാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ വലിയ ഒരു പാഠശാലയായിട്ടത് മാറി. ഒപ്പം ഞങ്ങൾ ഈ പൊതുയോഗങ്ങളിലൂടെയൊക്കെ ശ്രമിച്ചത് കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ചും കേരളം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ ജനങ്ങളെ പഠിപ്പിക്കാനും കൂടിയാണ് ശ്രമിച്ചത്. മനസ്സിലായി. ഈ പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന് നിങ്ങൾ കോട്ടയത്തേക്ക് വരുമ്പോഴും ദീർഘദൂരം ബസ്സിലിരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പുറത്തൊക്കെ നമ്മളെപ്പോലുള്ള ചില മാധ്യമപ്രവർത്തകർ ആദ്യം ബെൻസാണ്, വലിയ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കി, അതൊക്കെ പൊളിഞ്ഞുപോയി. അപ്പോൾ അതിനുശേഷം ഈ ഇത്രയും ദൂരം ഈ ബസ്സിലിരുന്ന് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതിനെ ലൈറ്റാക്കി മാറ്റാൻ നിങ്ങൾ ബസ്സിൽ എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു? ബസ്സിലെ യാത്ര ഈ പറയുന്ന പോലെ കുറച്ച് ദുർഘടം പിടിച്ചു തന്നെയാണ്. ഇടുക്കി മാത്രമല്ല, വയനാട് അതും കുറച്ച് കടുപ്പായിരുന്നു. വയനാട് എനിക്ക് തോന്നുന്നു മാനന്തവാടിയും താഴോട്ടുള്ള ഇങ്ങോട്ട് വരവും കുറച്ച് കടുപ്പായിരുന്നു.
വയനാട് പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നിരപ്പായ സ്ഥലമാണ്. ഇടുക്കി കയറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ, ഒരിക്കലും ഒന്നുകിൽ ഇറങ്ങി വളവ് തിരുവാണ്. പക്ഷെ ഞങ്ങളതെല്ലാം നേരത്തെ കണ്ടു തന്നെയാണല്ലോ. അത് കാണേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മുഖ്യമന്ത്രി കൂടി തുടർച്ചയായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും അദ്ദേഹം വേറെ ഇതിലേക്ക് മാറണമെന്നോ അങ്ങനെയല്ലോ. ഇടുക്കിയിലേക്കും വയനാട്ടിലേക്കും ഒക്കെ ഉള്ള ആ ദുർഘട യാത്രയിൽ ഉടനീളം മുഖ്യമന്ത്രി ബസ്സിലിരിക്കുകയാണ്. 12 മണി വണ്ടിയിലേക്ക് മാറിക്കൂടെന്ന് ചോദിച്ചാലില്ല, ബസ്സിൽ തന്നെയാണ്. പിന്നെ ഇത് കൃത്യമായിട്ട് ഓരോന്നിന്റെ സമയം, ഓരോ ക്രമം, അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നേതൃത്വം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടേത്. അത് വളരെ പ്രധാനപ്പെട്ട. ഈ ഇടുക്കിയിലേക്കുള്ള യാത്രയിൽ ഈ യാത്രയ്ക്കൊന്നും ദൂരം കൂടിയാലും വളമുണ്ടെങ്കിലും കുലുക്കമില്ലാതെ പോകാൻ കഴിഞ്ഞു. നല്ല മനോഹരമായ റോഡായിരുന്നു ഇടുക്കിയിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കേക്ക് ആര് മുറിക്കുമെന്നതാണ് ചോദ്യം. അത് മിനിസ്റ്റർ വന്നാണ്. ഏറ്റവും ചെറുപ്പമുള്ള, ഏറ്റവും യുവത്വം സൂക്ഷിക്കുന്ന, ഇപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന് ദൂതുമായി ഇതാ ക്രിസ്മസ് എല്ലാ ആശംസകളോടും കൂടി കേക്ക് മുറിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ വൈദ്യുതി പ്രവാഹം പോലെ സന്തോഷമാവട്ടെ നമ്മുടെ ലൈഫും, അല്ലേ? എല്ലാവർക്കും കേക്ക്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അത് വലിയ വ്യത്യാസമൊന്നുമില്ല മിനിസ്റ്റർ, നമ്മൾ തമ്മിൽ അത്രേ ഉള്ളൂ. താങ്ക് യു, താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു. ശരി, താങ്ക് യു, താങ്ക് യു മിനിസ്റ്റർ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമാധാനപൂർണ്ണമായൊരു ക്രിസ്തുമസ് ദിനം ആശംസിക്കുന്നു. പ്രത്യേക ക്യാബിനറ്റിനോടൊപ്പമുള്ള ക്രിസ്തുമസ് ആഘോഷിക്കാനുള്ള അവസരം റിപ്പോർട്ടറിന് കിട്ടിയതിലുള്ള നന്ദിയും സ്നേഹവും മന്ത്രിസഭയോട് അറിയിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ഉന്മേഷഭരിതവും സ്നേഹസമ്പൂർണവും സമാധാനപരവുമാവട്ടെ വരും നാളുകൾ. ക്രിസ്തുമസ് അതിൻ്റെ തുടക്കവുമാവട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ. താങ്ക് യു.